ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ മൈസൂരിലെ റീജിയണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി. എന്തായാലും അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാം. ഇത് സ്ഥാപിതമായത് 1995 മെയ് 20-നാണ്. അതിന് കുറച്ച് നാളുകൾക്ക് ശേഷം കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയം ഇത് ഏറ്റെടുക്കുകയും പിന്നെ ഇത് അപ്പോൾ അവരുടെ കീഴിലാണ് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിതിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഉണ്ടല്ലേ, അധികം ആൾക്കാർക്കൊന്നും അറിയില്ല കേട്ടോ. ഇപ്പോൾ കണ്ണമാനം ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മൈസൂർ വരുന്നവർ എന്തായാലും വന്നിട്ട് പോകണം. പിള്ളേർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ തിങ്കളാഴ്ച ലീവ് കേട്ടോ, തിങ്കളാഴ്ച ഹോളിഡേയാണ്. ബാക്കി എല്ലാ ദിവസങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇവരുടെ സമയം എന്ന് പറഞ്ഞാൽ 10 AM to 6 PM, രാവിലെ 10 വൈകിട്ട് 6 മണി വരെ ഉണ്ടാവും. പിന്നെ ഫീസും കാര്യങ്ങളൊന്നുമില്ല, ഫ്രീയാണ്. നമുക്ക് പാർക്കിംഗ് ഫീസും ഇല്ല. വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഈ ആനേനെയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഈ കമ്പി വളച്ച് അതിൽ ചെയ്തതാണ് കേട്ടോ, മൊത്തം കമ്പികൾ. എന്തായാലും നമ്മൾ ഇങ്ങനെ എൻട്രി ആയി കഴിയുമ്പോൾ ഇവിടെ റിസപ്ഷനിൽ നമ്മൾ പേരും കാര്യങ്ങളും അഡ്രസ്സും നമ്മൾ എത്ര പേരുണ്ടെന്നുള്ളതൊരു ചെറിയ ഇത് അവിടെ പറഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മളെ ഉള്ളിലേക്ക് കയറ്റി വിട്ടുള്ളൂ. കണ്ടല്ലേ, പഴയ കണ്ണാടി, ചട്ടി, കുട. മെയിനായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന പിള്ളേർക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അവർക്ക് ഈ ബുക്കിൽ ഇങ്ങനെ പഠിക്കുന്നതിലും നല്ലത് ഉണ്ടാകും. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. അവരെ അധ്യാപകർ അവർക്കത് പറഞ്ഞു കൊടുക്കുകയും പിന്നെ അവർക്കത് കയ്യിലൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആനേൻ്റെ ഇതെല്ലാം തലയോട്ടി കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തൊട്ട് അവർക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അതിന് വാരിയെല്ലാം കണ്ടില്ലേ, ഇതിപ്പോൾ തലയോട്ടിൻ്റെ ഒരു സൈഡ് ഭാഗം, അത് പിന്നെ തുടയിലും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ തൊടാം. അപ്പം അങ്ങനെ ഇത് ചെയ്യുമ്പോൾ നല്ലൊരു ഇതായിരിക്കും പിള്ളേർക്ക്. അപ്പോൾ അത് കാരണമായിരിക്കും കണ്ടമാനം സ്കൂൾ പിള്ളേരൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതേപോലെ നമ്മൾ മൈസൂരൊക്കെ ചെല്ലുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കാണിക്കും നിങ്ങൾ. സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ഞാനത് സിറ്റി ബസ് സ്റ്റാൻഡിൽ വന്ന് വരുന്നവർക്കാണെങ്കിൽ ബസ്സിൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുക്കാം. പിന്നെ നിങ്ങൾ വണ്ടിയും കൊണ്ട് വരുന്നവർക്കാണെങ്കിൽ ഞാൻ അവിടുത്തെ ഫോൺ നമ്പറൊക്കെ ഇവിടെ വയ്ക്കാം. കോണ്ടാക്റ്റൊക്കെ ചെയ്തിട്ട് പോവാം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി. വണ്ടിയിൽ ഇതെല്ലാം ഒറിജിനലാണ് കേട്ടോ, അതൊന്നും ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും വെച്ചതല്ല. ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചത്. ഇത് കണ്ടില്ലേ, ഇരട്ട തേങ്ങ. ഇതിൻ്റെ ഈ കാല് ഇതെല്ലാം ഒറിജിനലാണ്. അപ്പോൾ ഈ പിള്ളേർക്ക് അതെല്ലാം പിടിച്ച് അതിൻ്റെ സ്കിന്നും നഖങ്ങളെല്ലാം അവർക്ക് തൊട്ട് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് കണ്ടില്ലേ, ഒരു തിമിംഗലത്തിൻ്റെ തലയോടും അതിൻ്റെ ബാക്കി വായിലും ഭാഗങ്ങളൊക്കെയത്. ഇതൊന്നും അവർ തൊടാൻ വിടില്ല. ഇത് ഇങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് അടുത്ത് പോയി ഇന്ന് നോക്കാം. എന്താല്ലേ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവർക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ച് നോക്കും. പിന്നെ ഇത് നല്ല അടിപൊളി ഒരു സ്പോട്ടിലാട്ടോ. ഈ ഒരു കാരഞ്ചി
തടാകമുണ്ട് ഇവിടെ. അതിൻ്റെ സൈഡ് ഭാഗത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചാമുണ്ഡി കുന്നുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇന്ത്യയുടെ തെക്കൻ മേഖലയിലെ സസ്യങ്ങളും മൃഗങ്ങളും ഭൂമിശാസ്ത്രം എന്നിവ ഈ മ്യൂസിയത്തിൻ്റെ പ്രധാന പ്രദർശനങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഇതെല്ലാം പഠിക്കാൻ പറ്റും. സ്കൂളിൽ നിന്ന് വരുന്ന മക്കൾക്കെല്ലാം സസ്യങ്ങളും മൃഗങ്ങളും ഭൂമിശാസ്ത്രവും അതെല്ലാം ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സസ്യങ്ങളും ജന്തുക്കളും തമ്മിലുള്ള പരസ്പര ബന്ധം, അതിൻ്റെ ഇതെല്ലാം അവർക്ക് അറിയാൻ പറ്റും. ഇതുകൊണ്ടില്ല രാജവെമ്പാല നല്ല ഒറിജിനൽ. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇപ്പം ഇതെല്ലാം കണ്ടിട്ട് നിങ്ങളവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഈ പുലീനെയും ഈ പാമ്പിനെയും ഇതെല്ലാം വെച്ചിട്ടുണ്ടല്ലോ, എല്ലാം ഒറിജിനൽ സാധനങ്ങളാണ്. അതെല്ലാം ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കിന്ന് എടുത്തിട്ട് അതിൽ ഓരോ സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് നാച്ചുറലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാഴ്ച വൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവർക്ക് ഈ ഇതൊക്കെ തൊട്ട് ഫീൽ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരെ അത് പിടിപ്പിച്ച് ഇപ്പോൾ അതിൻ്റെ ആനേൻ്റെ തലയൊട്ടി ആയാലും വാരില്ല ഇങ്ങനെ തൊട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാനും കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഉണ്ടാവും അത്. പിന്നെ ഇവിടെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 10 to 6 ആട്ടോ. രാവിലെ 10 AM ടു ഈവനിങ് 6 PM. പിന്നെ മിനിമം നമുക്കൊരു 2 മണിക്കൂറെങ്കിലും വേണം അതൊന്ന് ഫുള്ള് കണ്ടു തീർക്കണമെങ്കിൽ. പിള്ളേർക്കൊക്കെ വന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത് അത് താല്പര്യമുള്ള നമുക്കൊക്കെ ആണെങ്കിൽ 2.5 മണിക്കൂറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫുള്ള് കണ്ടിറങ്ങാൻ പറ്റും. ഇവിടെ കണ്ടില്ല, പാമ്പ് എലീനെ കഴിക്കുന്നു, എലി എന്തിനെ കഴിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ സ്ഥാപനത്തിൻ്റെ റീജിയണൽ മ്യൂസിയം അതിൻ്റെ ഒരു പിന്നെ രൂപരേഖയായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബിൽഡിങ്ങും ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലായിരുന്നു, ഇതാണ് ഈ സംഭവം. ഇതൊക്കെ കണ്ടില്ലേ, ഈ കാടിൻ്റെ ഉള്ളിൽ കറക്റ്റ് അത് നിന്ന പോലെ ഉണ്ട്. ഇത് ഒറിജിനൽ ഈ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ നിറച്ച് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും നല്ല ഉണ്ട്. ഇതെല്ലാം ആനേൻ്റെ ഒറിജിനൽ അല്ലെന്ന് തോന്നുന്നു. ആയിരിക്കും കേട്ടോ. അതിന് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
എല്ലാം ഒറിജിനൽ സ്കിന്നിൽ ചെയ്തിട്ടുള്ളത് അത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടെ മറക്കണ്ട. അപ്പോൾ എന്തായാലും മൈസൂരൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ പ്രവേശന ഫീസൊന്നുമില്ല, ഫ്രീ ആയിട്ട് പോയി കാണും. ഓക്കെ, ബൈ.